ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഈ 3 കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകില്ല. ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ സീരീസിന്റെ പഴയ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. ഏതൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പേ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത്, പെർ ട്രേഡ് നിങ്ങൾ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്. രണ്ടാമത്തത്, നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ട്രേഡിന്റെ സ്റ്റോപ്പ് ലോസ്. മൂന്നാമത്തത്, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലോട്ട് സൈസ്. ഇവിടെ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് റിസ്ക് എമൗണ്ട് ആയിരുന്നു. അതായത് നിങ്ങൾ പെർ ട്രേഡ് റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്. അത് മേ ബി നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 1% ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജിക്കലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആയിരിക്കണം നിങ്ങൾ പെർ ട്രേഡ് റിസ്ക് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ രണ്ടാമത് പറഞ്ഞ പോയിന്റ് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. അതായത് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ട്രേഡിന് എത്ര സ്റ്റോപ്പ് ലോസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്കൊന്ന് ചാർട്ടിലേക്ക് പോയി നോക്കിയാലോ. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ ടൂൾസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെയിം ടൂൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. യൂറോ USDയുടെ കേസിൽ ഞാൻ ഈ ലെവലിൽ നിന്ന് ബൈ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ ലോങ് പൊസിഷൻ ടൂൾ ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ടൂൾ ഇവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. റിസ്ക് റിവാർഡ് അനുസരിച്ച് എൻ്റെ ടാർഗറ്റ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും, ഈ 6.1 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. അതായത് എൻട്രി പ്രൈസിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് വരെയുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് 6.1 പിപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, യൂറോ USD പോലെയുള്ള കറൻസി പെയർസിൽ ഈ വാല്യൂ പിപ്സ് ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇനി ഗോൾഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻ ടൂളാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഈ ടൂൾ ഇവിടെ പ്ലേസ് ചെയ്തതിനു ശേഷം ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിലേക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം റിസ്ക് റിവാർഡ് അനുസരിച്ചുള്ള ടാർഗറ്റും സെറ്റ് ചെയ്യുക. ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് 850 പിപ്പറ്റ്സ് ആണ് ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ്. ഒന്ന് ശ്രദ്ധിക്കുക, കറൻസി പെയറിൽ ഞാൻ ഈ വാല്യൂവിനെ പിപ്സ് ആയിട്ടാണ് റീഡ് ചെയ്തത്. ഇവിടെ ഗോൾഡിലേക്ക് വരുമ്പോൾ ഈ വാല്യൂ നമ്മൾ പിപ്പറ്റ്സ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ ഈ ഗ്രേ ലൈനാണ് ഇവിടുത്തെ എൻട്രി പോയിന്റ്, ഈ റെഡ് ലൈനാണ് ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ്. സോ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 850 പിപ്പറ്റ്സ്. ഇപ്പോൾ ചാർട്ടിൽ നിന്ന് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് ഐഡന്റിഫൈ ചെയ്യാമെന്ന് മനസ്സിലായ സ്ഥിതിക്ക് മൂന്നാമത്തെ പോയിന്റ് ആയ ക്വാണ്ടിറ്റി അഥവാ ലോട്ട് സൈസ്, അത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്കതൊരു സെപ്പറേറ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫോളോ മീ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.